ഇഷ്ടമുള്ളൊരു സീ ഫുഡല്ലേ കക്ക. കക്ക നമുക്ക് പല രീതിയിൽ വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കക്ക തോരനാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കക്ക എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്നും അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. കക്കയിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ വെച്ചത്. കക്ക തിളച്ചിട്ടുണ്ട്, അതിൻ്റെ തോട് ഓപ്പണായി ഇതാണ്ട് ഓരോ കക്കയും നമുക്കിപ്പോൾ കാണാം. ഇതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള മുഴുവൻ കക്കയും ഇങ്ങനെ തോട് ഇങ്ങനെ ഓപ്പണായി വരും. കക്കയെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസിനെ ഓഫ് ചെയ്തിട്ട് തണുക്കാനായി കുറച്ച് നേരം മാറ്റി വയ്ക്കാം. കക്ക ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് കക്ക ഓരോന്നായിട്ട് ഇതിൻ്റെ ഷെല്ലിൽ നിന്ന് പൊളിച്ചെടുക്കണം. ഇതൊരു മെനക്കെട്ട പ്രോസസ്സിംഗ് ആണ്, എങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. കക്ക ഇങ്ങനെ എടുത്തിട്ട് പൊളിച്ചെടുത്തിട്ട് ഇതിൻ്റെ ആ അഴുക്ക് ഇങ്ങനെ ഞെക്കി കളഞ്ഞിട്ട് വേണം കക്ക ഇങ്ങനെ ഇടാനായിട്ട്. അങ്ങനെ ഓരോ കക്കയും അങ്ങനെ വൃത്തിയാക്കി എടുക്കണം. കക്ക ആ ഷെല്ലിൽ നിന്ന് മാറ്റി 2-3 വെള്ളത്തിൽ കഴുകി ഫ്രഷാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തോരനാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി, ജീരകം, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും ഒരു ശകലം മുളക് പൊടിയും കൂടി ചേർക്കും. അത് പിന്നെ അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ചൂടായിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊക്കെ ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് റെഡിയായിട്ടുണ്ട്. അതിലേക്ക് കൊച്ചുള്ളി ഇട്ട് വരും. പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കക്ക ഇട്ട് കൊടുക്കാം.
വെള്ളം തളിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരടപ്പ് വെച്ച് ഇത് മൂടി വെച്ച് വേവിക്കുക. കുറച്ച് കറിവേപ്പില, നമ്മുടെ വീട്ടിലെ കറിവേപ്പില കേട്ടോ. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ച് ചെറിയ ഫ്ലെയിമിൽ പാചകിക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കറിയുടെ അരപ്പ് ശരിയാക്കി എടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, 2 പച്ചമുളക്, തേങ്ങ, ഇത് ഇത്രയും നമുക്ക് ചെറുതായി ചതച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇടുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറിയ സ്പൂണാണ്, ചെറിയ സ്പൂൺ ഇട്ടിട്ട് നല്ലൊരു മണം, മസാലയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് എടുക്കാം. കക്കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കക്ക നമ്മുടെ കുറച്ച് തേങ്ങ കൊത്തും കൂടെ ആയിട്ട് എടുത്ത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്നുവെച്ചാൽ തേങ്ങയുടെ നമ്മൾ അരച്ച അരപ്പില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ ആ കക്കയുടെ ആ ഒരു അടിപൊളി ടേസ്റ്റ്. ഞങ്ങളുടെ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.